റാപ്പർ വേടന്റെ പരിപാടിക്കിടെ കോട്ട മൈതാനത്തുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ. കോട്ട മൈതാനത്ത് വേടന്റെ പരിപാടിക്ക് തിക്കും തിരക്കുമുണ്ടായതോടെ നഗരസഭ സ്ഥാപിച്ച ഇരിപ്പിടങ്ങൾ അടക്കം തകർന്നിരുന്നു. ഇന്നലെ നടന്ന വേടന്റെ പരിപാടിക്കിടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശിയിരുന്നു. ആ ഗ്രൗണ്ടിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. നൂറുകണക്കിന് മദ്യ ബോട്ടിലുകൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നാശനഷ്ടം പാലക്കാട് നഗരസഭ കണക്കാക്കിയിട്ട് പട്ടികജാതി വകുപ്പാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സംഘാടകരോട് ഇതിൻ്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനായിട്ടുള്ള നടപടികളുമായി പാലക്കാട് നഗരസഭ മുന്നോട്ട് പോകും. പൊതുമുതൽ നശിപ്പിച്ചതിന് സ്വാഭാവികമായിട്ടും സെക്രട്ടറി വന്നു കഴിഞ്ഞാൽ പോലീസിനും ഒരു പരാതി കൊടുക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നതാണ്. ഇത്രയും ചെറിയ ഗ്രൗണ്ടിൽ 10,000-കണക്കിന് ആളുകൾ വരും എന്ന് പറഞ്ഞ് അവരെ എല്ലാം ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്ന് വരുത്തി വെറും 3 പാട്ടും പാടി സ്ഥലം വിട്ട ആളാണ് ഇവിടെ പരിപാടി നടത്തിയത്. അദ്ദേഹത്തിനും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, എന്താണ് നഗരസഭയുടെ നിലപാട്? ഉന്മേഷ്, നമുക്കെല്ലാവർക്കും അറിയാം BJP ആണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത്. പട്ടികജാതി വികസന വകുപ്പ് ഒരു കത്ത് നൽകി വേടന്റെ പരിപാടി നടക്കുന്നുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടാണ് ആ കത്ത് പാലക്കാട് നഗരസഭയ്ക്ക് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ആ കൊട്ട മൈതാനം വിട്ടു നൽകിയത്. എന്നാലും വലിയ തിക്കും തിരക്കുമുണ്ടായി. പാലക്കാട് നഗരസഭയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി അമൃത് പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിയ ചില ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ ഡസ്റ്റ്ബിന്നുകളും മാലിന്യം തള്ളാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ മാലിന്യം ശേഖരിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഡസ്റ്റ്ബിന്നുകളും അടക്കം പലതും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് 1-2 സീറ്റുകളും അതുപോലെ തന്നെ ഡസ്റ്റ്ബിന്നുകളും മാത്രമേ നശിച്ചിട്ടുള്ളൂ എന്ന് എതിർവിഭാഗം പറയുന്നുണ്ട്. പക്ഷേ ഇതിന് നഷ്ടപരിഹാരം വേണമെന്നാണ് BJP ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കൂടുതൽ ആളുകൾ, ഏതാണ്ട് 5,000-ലധികം ആളുകൾ വരെ വരാൻ കഴിയുന്ന ഒരു മേഖലയാണത്. അതിലേതാണ്ട് 10,000-ലധികം ആളുകൾ, ഏതാണ്ട് 15,000-ലധികം ആളുകൾ ആ മേഖലയിലേക്ക് വന്നുവെന്നാണ് കണക്കുള്ളത്. എന്തായാലും BJP ഇക്കാര്യത്തിൽ ഒരു നിയമ നടപടി എന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ BJP ഭരിക്കുന്ന നഗരസഭ അക്കാര്യത്തിൽ പോവുകയാണ്. അവർ പറയുന്നത് BJP ഭരിക്കുന്ന നഗരസഭ ഒരു പോലീസ് കേസടക്കം ഈ വിഷയത്തിൽ നൽകുമെന്നാണ് അവർ പറയുന്നത്. പൊതുമുതലാണ് നശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ടില്ല എന്ന അവർ നിലപാട് വ്യക്തമാക്കുന്നു. കൂടാതെ വേടനെതിരെയും രൂക്ഷമായ വിമർശനം BJPയുടെ നേതാവും അതുകൂടാതെ തന്നെ നഗരസഭ വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഉന്നയിക്കുന്നുണ്ട്. ഈ പരിപാടി നടത്തിയ സംഘാടകർ മാത്രമല്ല, ഈ പരിപാടിയിൽ 3 പാട്ടോ അല്ലെങ്കിൽ 4 പാട്ടോ മാത്രം പാടിപ്പോയ വേടനും ഇതിന് ഉത്തരവാദി തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്നാലും 15 പേർക്കാണ് ഇന്നലെ ദേഹാസ്വാസ്ഥ്യവും അതുപോലെ തന്നെ ഉന്തിലും തള്ളിലും പരിക്കേറ്റത്. അവരെ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നിയമ നടപടി പട്ടികവർഗ വികസന വകുപ്പിന് എതിരെ മാത്രമല്ല, മറ്റ് തരത്തിൽ ഈ സംഘാടനത്തിൽ ഉണ്ടായിരുന്ന CPIM നേതാക്കൾക്കെതിരെ കൂടി നടത്താനാണ് BJPയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഉന്മേഷ്, ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.